അത് അന്നത്തെ ഒരു സംഭവം എനിക്ക് വലിയൊരു തിരിച്ചറിവായിരുന്നു. ഒരു പക്ഷേ എൻ്റെ ജീവിതകാലം മുഴുവനും നല്ല സുഹൃത്തുക്കളെ കിട്ടാതെ ഞാൻ ഒറ്റപ്പെട്ടേക്കാമെന്ന് ഞാൻ ചിന്തിച്ചു. ഇനി എനിക്കിതുപോലെ മധുരമുള്ള ഓർമ്മകൾ തരുന്ന നല്ല സുഹൃത്തുക്കളെ ഒരിക്കലും കിട്ടിയില്ലെന്ന് വരാം, ജീവിതത്തിൽ ഞാൻ തനിച്ചായെന്ന് വരാം. പക്ഷെ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ പോലും ഞാൻ ചിന്തിക്കുമായിരുന്നു, എനിക്ക് ഏറ്റവും നല്ലൊരു കമ്പാനിയനായിട്ട് ഈശോയെ എനിക്ക് എൻ്റെ കൂടെ തന്നെ കൂട്ടാൻ പറ്റും. എന്നെ ഒരു പാതി വഴിയിൽ ഉപേക്ഷിക്കാത്ത, എൻ്റെ സങ്കടങ്ങളിൽ എന്നെ ഇട്ടിട്ട് പോവാത്ത, ഒരു സാഹചര്യത്തിൻ്റെ പേരിലും എൻ്റെ കയ്യിൽ പിടിച്ച കർത്താവ് ആ പിടി വിട്ട് വേറെ എവിടെയും പോകില്ല എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. ആ ഒരു സമയത്താണ് എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടപ്പോൾ ദൈവം അതിനേക്കാൾ സ്നേഹമുള്ള 2 സുഹൃത്തുക്കളെ എനിക്ക് തന്നു. 2 ട്വിൻ സിസ്റ്റേഴ്സാണ്, അഞ്ജു ആൻഡ് മഞ്ജു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പോലെയായിരുന്നു അവർ 2 പേരും. എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു ബെഞ്ചിലൊക്കെ പോയിരിക്കാൻ എനിക്ക് പേടിയൊന്നുമില്ല. കാരണം ഒരു വശത്ത് ഒരാളുണ്ട്, മറ്റൊരു വശത്ത് ഒരാളുണ്ട്. 2 പേരും മത്സരിച്ച് എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കും. എപ്പോഴും വർത്തമാനം പറയും, ഞങ്ങൾ ഒന്നിച്ച് കളിക്കും, തമാശ പറയും, എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിലിങ്ങനെ വളരെ കളർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു ഓർമ്മയുണ്ട്. സ്കൂളിനടുത്തായിരുന്നു ഇവരുടെ വീട്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവർ വീട്ടിലേക്ക് പോകും. അങ്ങനെ ഒരു ദിവസം ഇവരെന്നും എന്നെ നിർബന്ധിക്കും, നീ ഞങ്ങളുടെ കൂടെ വരണം, ഭക്ഷണം കഴിക്കണം എന്ന് പറയും. പക്ഷേ ടീച്ചേഴ്സിനൊക്കെ ഭയന്നിട്ട്, എന്നാൽ നമുക്ക് സ്പെഷ്യൽ പെർമിഷൻ എടുക്കണം, അത് ഭയന്നിട്ട് ഞാൻ പോവാറില്ല. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ബെല്ലടിച്ചു. അവർ 2 പേരും എൻ്റെ പാത്രമൊക്കെ എടുത്ത് അവരുടെ ബാഗിനുള്ളിലേക്ക് എടുത്ത് വെച്ചു. അതിനുശേഷം എന്നോട് പറഞ്ഞു, എല്ലാം ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്, നീ ഞങ്ങളുടെ കൂടെ വന്നാൽ മതി, നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയും പേടിയോടൊക്കെ കൂടി ഞാൻ ഇവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അതിനേക്കാളും സ്നേഹമുള്ളൊരു മമ്മീനെയാണ് ഞാൻ കണ്ടത്. എൻ്റെ പാത്രമെല്ലാം മാറ്റി വെച്ച് നല്ല ചൂടുള്ള ചോറും കടലക്കറിയൊക്കെ ഒഴിച്ചു, എന്താ പറയുക, ഉരുട്ടി സ്നേഹത്തോടെ ഞങ്ങൾ മക്കൾ 3 പേരെയും വയറ് നിറയുന്നവരെ വാരിത്തന്ന്, അങ്ങനെ ഒരു നല്ല സ്നേഹമുള്ളൊരു മമ്മിയെ ഞാൻ കണ്ടു. എൻ്റെ ആ 2 സുഹൃത്തുക്കൾ, ആ ഒരു സൗഹൃദം പറയുകയാണെങ്കിൽ ഒത്തിരി കാലമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവരിവിടെ നിന്ന് വേറൊരു നാട്ടിൽ നിന്ന് വന്നതാണ്. ഇവിടെ നിന്ന് സ്ഥലം വിറ്റ് അവർ വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി. പിന്നീട് എനിക്ക് എൻ്റെ ജീവിതകാലത്ത് ഞാൻ കുറേ സ്ഥലങ്ങളിൽ അന്വേഷിച്ചിരുന്നു, അറിയാൻ ആഗ്രഹിച്ചിരുന്നു അവരെവിടെ പോയെന്ന്, എവിടുത്തുകാരാണ്, ഒന്നും എനിക്കറിയാൻ സാധിച്ചില്ല. കാരണം ബാക്കിയുള്ള സുഹൃത്തുക്കൾക്കും പ്രത്യേകിച്ച് അവരെക്കുറിച്ചൊരു വിവരമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പാതി വഴിയിൽ എനിക്ക് അവരെ നഷ്ടപ്പെടുകയായിരുന്നു. പിന്നീട് ഒരു തരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷനും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ അപ്രതീക്ഷിതമായിട്ടൊരു ദിവസം എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. ഞാൻ നോക്കുമ്പോൾ UK നിന്ന് എൻ്റെ ഫ്രണ്ട്സ് മഞ്ജു എന്നെ വിളിക്കുകയാണ് ചെയ്തത്. ഞാനെപ്പോഴും വിശ്വസിക്കുന്നു അതും ദൈവത്തിൻ്റെ ഒരു മനോഹരമായൊരു പദ്ധതിയായിരുന്നു. എനിക്ക് ഏതോ ഒരു പാതി വഴിയിൽ നഷ്ടപ്പെട്ട സുഹൃത്തുക്കളെ വർഷങ്ങൾക്ക് ഇപ്പുറം വീണ്ടും കൂട്ടിച്ചേർക്കാനും പഴയതിനേക്കാളും മധുരമുള്ള കുറേ ഓർമ്മകൾ തരാനും ഒക്കെ ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പദ്ധതിയായിട്ട് ഞാനിന്ന് വിശ്വസിക്കുന്നു. സ്കൂൾ ഓർമ്മകൾ വളരെ കുറവായിരുന്നു ആൽഫിക്ക്. എങ്കിലും ജീവിതത്തിൻ്റെ നല്ലതും ചീത്തയുമായ എല്ലാ വശങ്ങളെയും കുറിച്ച് അറിവ് നൽകിയതും ആൽഫിയുടെ ആത്മബലത്തിന് അടിത്തറയിട്ടതുമെല്ലാം സ്കൂൾ ജീവിതമായിരുന്നു. 9ാം ക്ലാസ് വരെ ആൽഫി ഓരോ മാസം ഇടവിട്ടായിരുന്നു സ്കൂളിൽ പോയിരുന്നത്. ഓരോ മാസം ഇടവിട്ട് ചിക്കൻ ബോക്സ് പോലെ ശരീരം മുഴുവൻ വ്രണങ്ങൾ വന്നു നിറഞ്ഞു. അവ പഴുത്തുപൊട്ടി വേദനയുമായി കട്ടിലിൽ ചെലവഴിക്കാനായിരുന്നു ആൽഫിയുടെ വിധി. ആ സമയത്ത് ആൽഫിയുടെ ശരീരത്തിൽ മുഴുവനും വ്രണങ്ങളായിരുന്നു. ഒന്നനങ്ങാനോ തിരിഞ്ഞുകിടക്കാനോ പോലും ആകാത്ത അവസ്ഥ. വേദന കൊണ്ട് പുളയുമായിരുന്നെങ്കിലും അവൾ ആരോടും ഒന്നും പറഞ്ഞിരുന്നില്ല. വീട്ടിലെ നടുമുറിയിലെ കട്ടിലിൽ ഒരു പഞ്ഞിപ്പുതപ്പും പുതച്ച് അവൾ അങ്ങനെ കിടക്കും. വേദന കൂടുമ്പോൾ ഒരു അർദ്ധബോധാവസ്ഥയിലായിരിക്കും. അപ്പോൾ ആൽഫിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. ബാക്കി ശരീരഭാഗങ്ങളൊന്നും അനങ്ങുന്നില്ല. ആ സമയത്തെ അവളുടെ പ്രാർത്ഥന തൻ്റെ മുറിവുകൾ താൻ ഇട്ടിരുന്ന പെറ്റിക്കോട്ടിൽ പറ്റിപ്പിടിക്കരുതേ എന്ന് മാത്രമായിരുന്നു. കാരണം പിന്നീട് ഉടുപ്പ് മാറ്റുമ്പോൾ തൊലിയടക്കം പറഞ്ഞു പോരുമായിരുന്നു. ആ വേദന കൂടി സഹിക്കുവാൻ അവൾക്ക് സാധിക്കുമായിരുന്നില്ല. ഒരു പൂമ്പാറ്റയെപ്പോലെ പാറി നടക്കേണ്ട കുട്ടിക്കാലത്തെ വേദനകളുടെ ദിനങ്ങൾ ആൽഫി ഓർമ്മിക്കുകയാണ്. എൻ്റെ ഓർമ്മയിലെ കൊച്ചുനാളിലുള്ള ഒരു സംഭവം ഇങ്ങനെ മായാതെ കിടപ്പുണ്ട്. അതിന് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്.
അതായത് പ്രായത്തേക്കാൾ കൂടുതൽ പക്വത കാണിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് എല്ലാവരും എന്നെ കരുതിയിട്ടുള്ളത്. എൻ്റെ രോഗത്തെക്കുറിച്ചായാലും എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ചൊക്കെ ആണെങ്കിലും മറ്റൊരാൾ പറഞ്ഞു തരണ്ട, ഞാൻ തന്നെ അങ്ങോട്ടേക്ക് പല കാര്യങ്ങളും പറയുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അതിലേക്ക് എന്നെ എത്തിച്ച ഒരു സംഭവമാണ്. അതായത് കുഞ്ഞുങ്ങളൊന്നും എപ്പോഴും കുഞ്ഞുങ്ങൾ മാത്രമല്ല, അവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. മുതിർന്നവരെക്കാൾ കൂടുതൽ ജീവിതത്തെ അവർ നോക്കി കാണുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ചൊരു കാര്യമാണ്. സംഭവം ഇതാണ്, ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്ക് ആനിവേഴ്സറീസ് ഉണ്ട്. അപ്പം അതിൽ നല്ല ഭംഗിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി ഞങ്ങളെ കുഞ്ഞുങ്ങളെയെല്ലാം ഇങ്ങനെ ബെഞ്ചിൽ ഇങ്ങനെ വരിവരിയായി ഇരുത്തിയേക്കുക. ഞാനും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഓരോ കുഞ്ഞുങ്ങളെയും റോഡ് ക്രോസ് ചെയ്ത് ഹാളിലേക്ക് കൊണ്ടുപോകണം. അവിടെ കൊണ്ടുപോയി പരിപാടിക്ക് ഇങ്ങനെ ഇരുത്തണം. അപ്പോൾ ഓരോ കുട്ടികളെ ഇങ്ങനെ എല്ലാവരും തിരക്ക് കൂട്ടുകയാണ് ഓരോ കുഞ്ഞുങ്ങളെ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ കാണുകയാണ് എൻ്റെ ഒപ്പമുള്ള എല്ലാവരെയും എനിക്ക് ആ കുട്ടിയെ വേണം, എനിക്ക് ഈ കുട്ടിയെ വേണം, എനിക്ക് അവളെ വേണം, എല്ലാവരും ഓടി വന്ന് എടുത്തിട്ട് പോവുകയാണ്. ആ കൂട്ടത്തിൽ ആരും എടുക്കാതിരുന്നൊരു കുഞ്ഞായിരുന്നു ഞാൻ. റോഡ് ക്രോസ് ചെയ്ത് നടന്നു പോകുന്ന സമയത്ത് എല്ലാവരുടെ ഒക്കത്ത് കുഞ്ഞുങ്ങളിരിക്കുമ്പോൾ ഞാൻ തനിച്ചായിരുന്നു നടന്നു പോയത്. അന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കെന്തോ ഒരു പ്രത്യേകതയുണ്ട്. അത് മറ്റുള്ളവർ സ്നേഹിക്കുന്ന ഒരു പ്രത്യേകതയല്ല, എന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്ന ഒരു പ്രത്യേകതയാണ്. എൻ്റെ വീട്ടിൽ കണ്ണാടി, വലിയ കണ്ണാടിയൊന്നുമില്ല, എന്നെ കണ്ണാടി മമ്മി കാണിച്ചിട്ടുമില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആര് കണ്ടാലും ഭയപ്പെടുന്ന എന്തോ ഒന്ന് എൻ്റെ കഴുത്തിലെല്ലാം ഉണ്ടെന്ന് ഞാൻ അറിയാതെ പോയത്. ഞാൻ കാണുന്ന കൈകളൊക്കെ വളരെ നോർമലായിരുന്നു, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളിലും ആളുകളിൽ നിന്ന് അകലുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. മുതിർന്നവരായിക്കൊള്ളട്ടെ, പിന്നെ മമ്മി പറഞ്ഞു തരാത്ത ഒരു കാര്യമുണ്ട്, പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. എൻ്റെ ചേച്ചിയൊക്കെ കുളിപ്പിക്കുമ്പോൾ ഒരു ദിവസത്തിൽ 2 നേരം കുളിപ്പിക്കും. സ്കൂളിൽ പോകുമ്പോൾ കുളിപ്പിക്കും, തിരിച്ചു വരുമ്പോൾ കുളിപ്പിക്കും. അവർക്ക് ഉപയോഗിക്കുന്ന സോപ്പായിരുന്നില്ല എനിക്ക് തരുന്നത്. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് എനിക്ക് പെർഫ്യൂം കൂടുതലുള്ള സോപ്പ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളത് ഭയങ്കര പ്ലസൻറ്റ് സ്മെല്ലുള്ളത് തരുന്നത്? അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ ശരീരത്തിന് മറ്റുള്ളവരെ നിന്ന് വ്യത്യസ്തമായി എന്തോ ഒരു ഓർഡർ ഉണ്ട്. അത് ഒരിക്കലും നല്ല സ്മെല്ലല്ല, ഫൗൾ സ്മെല്ലാണെന്ന് ഞാൻ ഓർക്കുന്നു. എൻ്റെ ആൻറ്റി എന്നോട് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ആൻറ്റി ഒരിക്കൽ വീട്ടിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളെയൊക്കെ കാണാൻ വരുമ്പോൾ സുഖമില്ലാതെ സ്കൂളിൽ പോവാതെ വീട്ടിലിരിക്കുന്ന ഞാനുണ്ട് അവിടെ. അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു, കൊച്ചിങ്ങ് വന്നേ മടിയിലിരിക്കുക. എൻ്റെ ഡാഡിയുടെ പെങ്ങളാണ് ആൻറ്റി, മടിയിലിരിക്കാൻ പറഞ്ഞു. അന്ന് ആ കുഞ്ഞു പ്രായത്തിൽ ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, ഞാൻ വരത്തില്ല, ആൻറ്റിക്ക് മണം വരുമെന്ന്. അപ്പോൾ ഞാൻ ഓർക്കുവാണ്, അന്നൊരു പക്ഷേ ഞാൻ മുറിപ്പെട്ടിടത്ത് നിന്ന് വലിയൊരു വിവേചന ബുദ്ധി ദൈവം എനിക്ക് അവിടുന്ന് തരുമായിരുന്നു. അതായത് എൻ്റെ കുറവുകളെ അംഗീകരിക്കാൻ, അതങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ പകുതി ജയിച്ചു എന്ന് പിന്നീട് എനിക്ക് ജീവിതത്തിൽ തോന്നിയിട്ടുണ്ട്. എപ്പോഴും ആളുകളിൽ നിന്ന് ഒരു പടി അകലം വയ്ക്കാൻ, ഒരു പടി മാറി നിൽക്കാൻ, എൻ്റെ കുറവുകളെ അംഗീകരിക്കുന്നവരുടെ അടുത്ത് മറ്റാരോടും ഇല്ലാത്തത്ര അടുപ്പം കാണിക്കുന്ന ഒരു സ്വഭാവമൊക്കെ എനിക്ക് പിന്നീടാണ് വന്നത്. അതേപോലെ തന്നെ സ്കൂൾ ഓർമ്മകൾ ഓർത്താൽ, സ്കൂളിൽ എപ്പോഴും എന്നെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ചൈൽഡായിട്ടാണ് കണ്ടിട്ടുള്ളത്. എൻ്റെ ഒരു ഇങ്ങനെ പതുങ്ങിയിരിക്കുമെങ്കിലും സ്റ്റേജിൽ കൊണ്ട് നിർത്തിയാൽ കഥ പറയാൻ ഭയങ്കര മിടുക്കിയാണ്. എൻ്റെ ആക്ഷൻസ് ഭയങ്കരമാണ്. നല്ല ചിരിച്ച് ഹാപ്പി ആയിട്ട് എല്ലാം ചെയ്യും. എന്ത് പറഞ്ഞാലും ഒരു കീ കൊടുത്ത പാവയെപ്പോലെ നിന്ന് ഞാൻ അവിടെ നിന്ന് ചെയ്യുമായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സിനൊക്കെ വലിയ ഇഷ്ടമാണ്. എന്താ പറയുക, സബ് ജില്ലയിലും ജില്ലകളിലും ഒക്കെ കൊണ്ടുപോയി മത്സരിപ്പിക്കും. അവിടെ നിന്ന് എല്ലാം സമ്മാനം വാങ്ങിക്കും. പത്രത്തിലെല്ലാം ഫോട്ടോ വരും. അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കും. ഈ ആൽഫിയും എൻ്റെ വീട്ടുപേരും എല്ലാവരും ശ്രദ്ധിക്കുമായിരുന്നു. പള്ളിയിലൊക്കെ വരുമ്പോൾ പള്ളിയിലൊക്കെ അച്ഛൻ ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയും. അപ്പോൾ കുടുംബക്കാർ പറയും, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരു കുട്ടിയെങ്കിലും വാങ്ങിക്കുന്നത്. അപ്പോൾ സ്കൂളിലെ ഒരു ഓർമ്മയുണ്ട് എനിക്ക്. ഞാൻ ഒത്തിരി ഇങ്ങനെ എന്താ പറയുക, ഒത്തിരി ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരുപാട് ടീച്ചേഴ്സുണ്ട്. അതിലൊരു ടീച്ചർ, അവരിങ്ങനെ ഒരു ട്രെയിനിങ്ങിന് പോയ സമയത്താണ് ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു അത്. അതായത് ലോകത്ത് ആരും അറിയാതെ മമ്മിയുടെ പുസ്തകങ്ങളിൽ മാത്രം ഞാൻ കഥകൾ എഴുതിക്കൊണ്ടിരുന്നത് പുറം ലോകം അറിഞ്ഞൊരു സംഭവമാണത്. ടീച്ചർ ട്രെയിനിങ്ങിന് പോയി. എല്ലാ കുട്ടികളും തമാശ കളിച്ച് ചിരിച്ച് കളിച്ച് നടക്കുവാണ്. ആ സമയത്ത് ഓടിക്കളിക്കാനാവാത്തത് കൊണ്ടും അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നത് കൊണ്ടും ഞാനും എൻ്റെ അടുത്തിരുന്ന ഒരു 3 കുട്ടികളും കൂടെ ചേർന്നിരുന്ന് ഒരു കവിത എഴുതി ഞങ്ങൾ തന്നെ അതിനൊരു ട്യൂണിട്ട് ടീച്ചർ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കൂട്ടത്തിലുള്ള ഏതോ ഒരു ചെക്കൻ ഉറക്കെ വിളിച്ച് പറഞ്ഞു, ഇവളൊരു കവിത എഴുതിയിട്ടുണ്ടെന്ന്. എനിക്ക് വലിയ ചമ്മലാണ് പോയി പാടാനൊക്കെ. ടീച്ചർ വിളിച്ചിരുത്തി പാടിപ്പിച്ചു.
നല്ല ട്യൂൺ ആയതുകൊണ്ടും അതിലെ വരികളൊക്കെ ഭയങ്കര രസമായതുകൊണ്ടും ടീച്ചർ അത് പോയി HMൻ്റെ അടുത്ത് പറഞ്ഞു. പിറ്റേ ദിവസത്തെ അസംബ്ലിയിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, സാർ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിലൊരു മിടുക്കി കുട്ടികളുണ്ട്, അവരെല്ലാവരും ചേർന്നൊരു കവിത എഴുതി. അങ്ങനെ അസംബ്ലിയിൽ വെച്ച് സാർ ഉറക്കെ എൻ്റെ പേര് വിളിച്ചു പറഞ്ഞു, എൻ്റെ കൂടെയുള്ളവരെയും വിളിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ കവിത ഉറക്കെ ചൊല്ലുമ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും പൊടി ആയതുകൊണ്ടായിരിക്കും സാർ എന്നെ എടുത്തുയർത്തിയത്. ഒരു പക്ഷേ നമ്മൾ ജീവിതത്തിൽ കുറേ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കുന്നുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ എന്നെ ഫിസിക്കലി ഇങ്ങനെ എടുത്തുയർത്തി ഇങ്ങനെ ആ ഒരു വിഷ്വൽ എൻ്റെ മൈൻഡിലുണ്ട്. താഴെ നിന്ന് ഞാൻ ഉയർന്ന് ഇങ്ങനെ മുകളിലേക്ക് പോയി പൊന്തി ഇങ്ങനെ നിൽക്കുന്നത്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ പിന്നീട് ഞാൻ നേടിയ ഓരോ നേട്ടങ്ങളും, ഞാൻ കൊണ്ടുവന്ന ഓരോ സമ്മാനങ്ങൾക്കും ഒരു പക്ഷേ ബേസായിരുന്നത് അതാണ്. വീടിനുള്ളിൽ ഒതുങ്ങിപ്പോകുമെന്ന് പലരും വിധി എഴുതിയ ഒരു വ്യക്തിയാണ് എൻ്റെ മമ്മി. പണ്ടൊക്കെ മമ്മിക്ക് കണ്ണുനീര് മാത്രമായിരുന്നു. ഇപ്പോൾ എന്നെ കാണുമ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും കരയുന്ന ഒരു മമ്മിയെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരിക്കലും സന്തോഷത്തോടെ എന്നെ ചേർത്ത് പിടിച്ചിട്ടില്ല. പൊട്ടി കരയും. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് അത് എൻ്റെ കുറവ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാവാം. അപ്പം ഒരിക്കൽ മമ്മി പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. മമ്മി ഒരുപാട് ഇടങ്ങളിൽ എൻ്റെ പേര് പറഞ്ഞ് അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനൊരു കുഞ്ഞുണ്ടായതുകൊണ്ട് മാത്രമല്ല, അതിന് പല കാരണങ്ങളും പലരും പറയാറുണ്ട്. മമ്മി എപ്പോഴും പറയും, നീ ആയിരിക്കണം എൻ്റെ അഭിമാനം എന്ന് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ സ്കൂൾ കാലഘട്ടം മുഴുവനും എനിക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ കാലഘട്ടമായിരുന്നു. അതൊന്നും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓരോ ദിവസവും ഓരോ നിറത്തിൽ ഞാൻ ചെല്ലും. ഒരു ദിവസം മഞ്ഞ കളറാണെങ്കിൽ പിറ്റേ ദിവസം പച്ച കളറായിരിക്കും, ചില ദിവസം ചുവന്ന കളറായിരിക്കും. അപ്പോഴൊക്കെ മുടി ക്രോപ്പ് ചെയ്ത്, മുടിയില്ലാത്ത എന്നെ ഇപ്പോഴും മുട്ടത്തലച്ചി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ ചിലർ മഞ്ഞത്തവളയെന്ന് വിളിക്കും, മഞ്ഞ കളറിൽ ചെന്നാൽ, ചിലർ പച്ചത്തുള്ളാന്ന് വിളിക്കും, പച്ച കളറിൽ ചെന്നാൽ. അങ്ങനെയൊക്കെ എന്നെ പലരും വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരാളെയും അതിൻ്റെ പേരിൽ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. സ്കൂളിൽ വല്ലപ്പോഴും വരും, അവിടെ ഇരിക്കും, പഠിക്കും, പോരും. ഇത് മാത്രമായിരുന്നു എൻ്റെ ഒരു ശീലം. ഒരിക്കൽ പോലും അമ്മയുടെ അടുത്തോ ഡാഡിയുടെ അടുത്തോ പോയിട്ട് ഇതൊന്നും പറഞ്ഞ് കരയരുത് എന്ന് കുഞ്ഞിലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ചെറിയ ക്ലാസ്സിൽ ആദ്യത്തെ ഒരു സംഭവം, ഒരിക്കലും സ്കൂൾ എനിക്കൊരു സന്തോഷമുള്ള ഒരു അനുഭവം ആയിരുന്നില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ ഒരിക്കൽ വലിയ വിഷമത്തോടെ ഞാൻ മമ്മിയുടെ അടുത്ത് ചെന്നിട്ട് എന്നെ ഒരാൾ കളിയാക്കിയതിൻ്റെ പേരിൽ സങ്കടം പറഞ്ഞു. അപ്പോൾ സങ്കടം പറയുമ്പോൾ എൻ്റെ മമ്മി ചെയ്തത് സാരമില്ല പോട്ടെ എന്നല്ല, മമ്മി ഒരൊറ്റ കരച്ചിലാണ്. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഉറക്കെ കരഞ്ഞു. അപ്പോൾ ആ ചെറിയ മനസ്സിൽ ഞാൻ മനസ്സിലാക്കുകയാണ്, എൻ്റെ വിഷമം ഞാൻ പറഞ്ഞാൽ മമ്മി കരയും. മമ്മി കരയാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. പിന്നീട് അന്ന് തൊട്ട് ഇങ്ങ് വരേക്കും ഞാൻ ഒന്നും പറയാറില്ല. ഒരുപാട് സങ്കടങ്ങൾ വരുമ്പോൾ എനിക്കിത് എവിടെയെങ്കിലും ഇറക്കി വെക്കണം, എനിക്കിത് ആരോടെങ്കിലും പറയണം. പക്ഷെ എനിക്കൊരു സ്ഥലം എവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ചെറിയ ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്നെയും കൊണ്ട് ധ്യാനത്തിന് പോകുന്നത് ഡാഡിയും മമ്മി. എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല. ഞാൻ നോക്കുമ്പോൾ ഒരുപാട് സ്തുതിപ്പ് കേൾക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, കുറേ മനുഷ്യരവിടെ നിരന്ന് നിൽപ്പുണ്ട്. എന്താ അവിടെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ തലയിൽ കൈവച്ചിട്ട് ആ ചേട്ടൻ പറഞ്ഞു, ഉറക്കെ സ്തുതിക്കുന്ന നിനക്ക് അഭിഷേകം കിട്ടും, നീ ഭാഷാപരത്തിൽ സംസാരിക്കും. എനിക്ക് എന്നതാണെന്ന് മനസ്സിലായില്ല. ആ ചേട്ടൻ എന്തൊക്കെയോ നാവുകൊണ്ട് പറയുന്നുണ്ട്. എനിക്കൊരു അങ്കലാപ്പ് മാത്രമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് അവരെനിക്ക് പറഞ്ഞു തന്ന ചില സ്തുതിപ്പുകളുണ്ട്. അതിങ്ങനെ ചില സമയത്തൊക്കെ ഞാനിങ്ങനെ തനിയെ ചൊല്ലിക്കൊണ്ട് നടക്കും. അത് എന്തിനാണ് ഞാൻ ചൊല്ലിയതെന്ന് അന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, തമ്പുരാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടാൻ ഓരോ സ്ഥലം തിരഞ്ഞെടുക്കുകയായിരുന്നു. നല്ല ഇരുട്ടുള്ള മുറിയിൽ ചെറിയൊരു ഉണ്ടെങ്കിൽ അതിലേക്ക് വെളിച്ചം വരുന്നത് കണ്ടിട്ടുണ്ടോ? ഭയങ്കര ഷാർപ്പായിരിക്കും. അപ്പോൾ എനിക്കെപ്പോഴും തോന്നാറുണ്ട്, എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തി അങ്ങനൊരു ഹോളാണ്. തമ്പുരാൻ്റെ അതിശക്തമായ പ്രകാശകിരണം എൻ്റെ ജീവിതത്തിലേക്ക് വരാനുള്ള വലിയൊരു ഹോള്. അതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്, അഭിമാനിക്കുന്നുണ്ട്. എന്നെ അറിയുന്ന ആളുകളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊരിക്കലും എൻ്റെ ജീവിതത്തെ വിലയിരുത്തേണ്ടത് ആൽഫി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്രയും പ്രതിസന്ധി ഉണ്ടായിട്ട് എല്ലാം മറികടന്ന് ചിരിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്നല്ല. പകരം എനിക്ക് പറയാനുള്ളത്, എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വരാൻ വേണ്ടി ദൈവം വെച്ച ആ ഒരു വിടവായിരുന്നു എൻ്റെ ഈ രോഗം. ദൈവം എന്നെ കരുതിയതുപോലെ ഈ ലോകത്ത് എന്നെ ആരും കരുതിയിട്ടില്ല. എന്നെ മനസ്സിലാക്കിയതുപോലെ ഈ ലോകത്ത് ആരും മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ ഏത് വിഷമവും, അതായത് ഞാൻ എപ്പോഴും ചിന്തിക്കും, എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ദ ബെസ്റ്റ് കമ്പാനിയൻ. എൻ്റെ ഏറ്റവും വേദന വരുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് ചോദിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ജീസസ് ഐ നീഡ് എ ഹഗ്. വേറൊരു പ്രാർത്ഥന എനിക്കില്ല. ആ ഒരൊറ്റ വാരിപ്പുണരലിൽ ഞാൻ എൻ്റെ എല്ലാ വിഷമങ്ങളും മറന്നു കളയാറുണ്ട്, ചിരിച്ച് ലോകത്തെ ഫേസ് ചെയ്യാറുണ്ട്.
കണ്ണിൽ കണ്ണുനീർത്തുള്ളികളായിട്ട് ആൽഫി ആരും കണ്ടിട്ടില്ല. പക്ഷെ അത് കണ്ടത് എൻ്റെ ദൈവമാണ്. അപ്പം ഞാൻ എൻ്റെ ഈ സഹനത്തെ എപ്പോഴും വിലയിരുത്തുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിന് 2 വശങ്ങൾ, 2 തലങ്ങളായിട്ട് എനിക്ക് ജീവിതത്തിൽ തോന്നിയിട്ടുണ്ട്. ഒന്ന്, തമ്പുരാൻ്റെ അടുത്ത് നമ്മളിടുന്ന ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റാണിത്. ഓരോന്നും എടുത്തു വയ്ക്കും. ഓരോ കണ്ണുനീർത്തുള്ളിയും തമ്പുരാൻ്റെ അടുത്ത് എടുത്തു വയ്ക്കും. അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ പലപ്പോഴും പലർക്കും വേണ്ടി ബാർഗൈൻ ചെയ്തിട്ടുണ്ട് ദൈവത്തോട്. ഞാൻ തന്ന ഫിക്സഡ് ഡിപ്പോസിറ്റിൽ നിന്ന് ഒരു ഷെയർ എനിക്ക് തരൂ, ഇന്നയാൾക്ക് വേണ്ടി തമ്പുരാനത് ചെയ്തു തന്നിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ ഓർക്കുമെങ്കിൽ പിന്നെ നിനക്ക് സൗഖ്യം ചോദിച്ചൂടെ? എനിക്കറിയാം, ഞാൻ ചോദിച്ചാൽ ദൈവത്തിനത് തരിക തന്നെ ചെയ്യും. പക്ഷെ അതിനല്ല ദൈവം എന്നെ നിയോഗിച്ചത്. സൗഖ്യം എന്ന് പറയുന്ന ആ ഒരു ചെറിയ ലാഭത്തിനും അപ്പുറത്തേക്കാണ് തമ്പുരാൻ്റെ കെയർ, സ്നേഹമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് എൻ്റെ ഒരു തലം. രണ്ടാമതൊരു തലം എന്ന് പറയുന്നത്, ഈ ലോകത്ത് നമ്മൾ ഈ സ്റ്റാറ്റസുകളിലൊക്കെ കാണാറുണ്ട്, ഈ ലോകത്തിൽ ഏറ്റവും മുറിക്കപ്പെട്ടവനാരോ അവനാണ് ഈ ലോകത്തിൽ മുറിക്കപ്പെടുന്നവരുടെ വേദന മനസ്സിലാവുക. കുർബാനയിലൊക്കെ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന തമ്പുരാനെ നോക്കുമ്പോൾ ഇതുപോലെ അപമാനിക്കപ്പെട്ട, ഇതുപോലെ വേദനിക്കപ്പെട്ട വേറൊരാളെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല. ഇതുപോലെ വേദനയിലൂടെ കടന്നുപോയ വേറൊരു ദൈവത്തെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ആ ദൈവത്തിൽ നിന്നാണ് എൻ്റെ മുറിവുകളെ ഏറ്റെടുക്കാൻ, എൻ്റെ വേദനകളെ ഏറ്റെടുക്കാൻ ദൈവത്തിന് സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻപിലിരിക്കുന്ന വ്യക്തികളെ കേൾക്കാൻ, അവരുടെ മുറിവുകൾക്ക് ഹീലിംഗ് ആവാൻ സാധിക്കും. അത് ഞാൻ മനസ്സിലാക്കിയത് ജോലിക്ക് ചെല്ലുമ്പോഴാണ്. ക്ലാസ് മുറികളിൽ ഇരിക്കുന്ന ചിരിച്ച മുഖങ്ങൾക്ക് പിന്നിൽ വേദനയുടെ പടുകുഴികളുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത് അങ്ങനെ. എന്നെ തൊടാൻ ആളുകൾക്ക് എപ്പോഴും അറപ്പ് കാണിക്കാറുണ്ട്, മടി കാണിക്കാറുണ്ട്. പക്ഷേ എത്രയോ കുട്ടികൾ പബ്ലിക്കായിട്ട്, ഒരുപാട് ടീച്ചേഴ്സും കുട്ടികളും നിരന്ന് നിൽക്കുമ്പോൾ വന്ന് വട്ടം കെട്ടിപ്പിടിച്ചിട്ട് ഉറക്കെ കരഞ്ഞിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ആരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്ത് സങ്കടം തീർത്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെ വേദനകളുടെ മറുവശമാണത്. കാരണം ഞാൻ വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഞാൻ അപമാനിക്കപ്പെട്ടിട്ടുണ്ട്, ഞാൻ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മറ്റൊരാളുടെ വേദന എന്തായാലും എനിക്ക് മനസ്സിലാക്കുക മാത്രമല്ല, ഹീൽ ചെയ്യാനും നമുക്ക് സാധിക്കും. പിന്നെ ജോലി സ്ഥലമായിരുന്നു എൻ്റെ മറ്റൊരു വലിയൊരു ബ്ലൂമിങ് പീരീഡ്. കാരണം ഈ സൈലൻ്റ് ആയിരിക്കുന്ന, വളരെ ഇൻട്രോവേർട്ടായിരുന്ന എനിക്ക് ആ ഒരു ശീലം മാറ്റേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വന്നു. കാരണം കുട്ടികളോട് ഇടപെടുമ്പോൾ ഞാൻ മാറി നിന്നാൽ ശരിയാവത്തില്ല, ഞാൻ സൈലൻ്റായി നിന്നാൽ ശരിയാവത്തില്ല. അപ്പം ഞാൻ കൂടുതൽ ആക്റ്റീവ് ആകണം. അതിനുവേണ്ടി തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഞാൻ PG ചെയ്യുന്ന സമയത്ത് ദൈവം എനിക്ക് തന്ന വലിയൊരു ചാൻസ് ആയിരുന്നു അത്. അതായത് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി, ഞാൻ SAP എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റിലേക്ക് വന്നു. ആ ഒരു പ്രോജക്റ്റിൽ ദൈവം എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നത് ഒരുപാട് ട്രെയിനിങ്ങുകളാണ്. ഇന്ന് ഇവിടെ ഇരുന്ന് മോളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് സാധിക്കുന്നത് അവിടെ നിന്ന് കിട്ടിയ ട്രെയിനിങ് കൊണ്ടാണ്. എപ്പോഴും മാറി നിൽക്കുന്ന എന്നെ മുൻപിലേക്ക് വരുത്താനും സംസാരിക്കാനും ഒക്കെ എനിക്ക് ട്രെയിനിങ് കിട്ടുന്ന ആ ഒരു പീരീഡിലാണ്. ജോലി മേഖലയിലാണ് ഞാൻ ഒരുപക്ഷെ എൻ്റെ സഹനത്തിൻ്റെ ഒരു സെക്കൻഡ് ഫേസ് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ക്ലാസ് മുറികളിൽ ഞാൻ കണ്ടുമുട്ടിയ കുട്ടികൾ, പക്ഷേ ഒരു ബെഞ്ചിൽ ഒറ്റയ്ക്കിരുന്ന് പഠിക്കേണ്ട സാഹചര്യം എനിക്ക് വന്നിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. അസുഖം ഒരു വശത്ത്, ശരീരം മുഴുവനും വ്രണമായിട്ടുണ്ടാവും, മറ്റു കുട്ടികൾക്ക് അടുത്തിരിക്കാൻ പറ്റത്തില്ല, കാരണം എനിക്ക് കുറേ സ്പേസ് വേണം, സ്മെല്ല് ഭയങ്കരമാണ്. അപ്പോൾ ആ സമയത്ത് ഒറ്റയ്ക്കിരുന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പെട്ട കുട്ടികളുണ്ട്. ഇപ്പോൾ ക്ലാസ് മുറികളിൽ കാണാം, ഇപ്പം നമ്മൾ ഈ ആദിവാസി മേഖലയിലുള്ള കുട്ടികളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ബെഞ്ച് അവർ മാത്രം ഇരിക്കും, അവരെ ആരും കൂടെ കൂട്ടത്തില്ല. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവരുടെ അടുത്തൂടെ പോകുമ്പോൾ ഞാൻ അവരെ തൊട്ടാൽ എൻ്റെ കയ്യിൽ കയറി പിടിക്കും. അപ്പോൾ എനിക്കത് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മളെ മാറ്റി നിർത്തപ്പെട്ട ആ ഒരു വേദനയാണ് ഞാനിപ്പോൾ തിരിച്ചു കൊടുക്കുന്നത്. പക്ഷെ അതിലെനിക്ക്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കടന്നു പോകുന്നതിന് സഹനമെന്ന് ഞാൻ വിളിക്കില്ല. അത് വലിയൊരു ഉന്നതിയുടെ സ്ഥാനമാണത്. അതിന് ഒരുപാട് വാല്യൂ ദൈവം തരുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. സ്വന്തം സഹോദരിയുടെ വേദനകൾ കുഞ്ഞുനാൾ മുതലേ കണ്ടു വളർന്നുകൊണ്ടാവാം ഈ ചേച്ചി ആൽഫിക്ക് എന്നും താങ്ങും തണലുമായിരുന്നു. തൻ്റെ അനിയത്തിയുടെ കുറവുകളെ ഇഷ്ടപ്പെടുന്ന ആൾ തന്നെ വിവാഹം ചെയ്താൽ മതിയെന്ന് അവൾ ക്ഷണിച്ചിരുന്നു. അവൾ പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുത്തു. ഞാനും ആൽഫിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾ അവളെ വളരെ സ്നേഹത്തോടെ ആപ്പി എന്നാണ് വിളിക്കുന്നത്. അൽഫോൻസാമേൻ്റെ മാമോദിസ പേരുള്ള അവൾക്ക് ചെറുപ്പം മുതലേ ആ ഒരു ത്യാഗത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെയും ഒരു പ്രത്യേകമായ വരം കിട്ടിയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടുന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കിയൊരു കാര്യം, നമ്മളെ മാമോദിസ പേര്, പള്ളിയിലെ പേരും ആ വിശുദ്ധയും അല്ലെങ്കിൽ വിശുദ്ധനും നമ്മളും തമ്മിൽ
എപ്പോഴും വളരെയധികം റിലേഷൻഷിപ്പ് ഉണ്ടാവുമെന്നും അവരുടെ ജീവിതം ഒരു പരിധിവരെയെങ്കിലും നമ്മളെ ബാധിക്കുമെന്നുള്ള ഒരു ബോധ്യമാണ്. പിന്നെ ചെറുപ്പത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ 4 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം ആദ്യത്തെ എൻ്റെ ഓർമ്മ മമ്മീൻ്റെ വീട്ടിൽ അവൾ ആശുപത്രിയിൽ ജനിച്ച സമയത്ത് മമ്മീൻ്റെ ആങ്ങളേൻ്റെ മോള് എന്നോട് വന്ന് പറയാണ്, നിനക്കൊരു കുഞ്ഞ് അനിയത്തി ജനിച്ചു എന്ന്. അങ്ങനെ ഞാനും ഡാഡിയും കൂടെ അവളെ കാണാൻ പോയി. പിന്നെ എന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവിട്ടു. പിന്നീട് നടവേലിൽ എത്തിയതിന് ശേഷം അവൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടെന്നോ അല്ലെങ്കിൽ അവൾക്കൊരു പ്രത്യേകത ഉണ്ടെന്നോ അപ്പോഴും ഇപ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞങ്ങളിൽ നിന്ന്, ഞാനും എൻ്റെ ആങ്ങളയിൽ നിന്നും അവൾക്കുള്ള വ്യത്യാസം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ യേശുവുമായിട്ടുള്ള ഒരു ബന്ധവും എല്ലാ കാര്യങ്ങളും യേശുവിനോട് തുറന്നു പറയാനും ഞങ്ങൾക്ക് വേണ്ടി എന്ത് കാര്യങ്ങളും നേടിത്തരാനുള്ള ഒരു പ്രത്യേക വരം അല്ലെങ്കിൽ കഴിവ് അവൾക്കുണ്ട് എന്ന് എനിക്ക് ചെറുപ്പത്തിലും ഇപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വളരെ ചെറുപ്പത്തിൽ ഞാൻ അവളെ സ്കൂളിൽ കൊണ്ടുവിടുന്ന സമയത്ത് ഭയങ്കര മടിയായിരുന്നു സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പലപ്പോഴും മമ്മി ഞങ്ങളെ രണ്ടുപേരെയും കൂടി തല്ലി പള്ളിയിലും സ്കൂളിലും എത്തിച്ചാലും പലപ്പോഴും അവളെ ഞാൻ ക്ലാസ്സിൽ പോവില്ല എന്ന് പറയുന്ന സമയത്ത് ഞാൻ പതുക്കെ അവളെ എൻ്റെ കൂടെ കൊണ്ടിരുത്തുമായിരുന്നു. അപ്പോഴൊക്കെ എന്തൊക്കെയൊക്കെയോ വേദനകളും വിഷമങ്ങളും കൊണ്ടാണ് അല്ലെങ്കിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അവൾക്ക് പോയിരിക്കാൻ പറ്റാത്തത് എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പല ദിവസങ്ങളിലും അവൾ എൻ്റെ കൂടെ തന്നെയാണ് ഇരുന്നിട്ടുള്ളത്. പിന്നീട് ഇനി കുറച്ചും കൂടെ മുതിർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഉച്ചയ്ക്കൊക്കെ തീരെ വയ്യാണ്ടായി ഭയങ്കര അസുഖമായി കഴിയുമ്പോൾ ടീച്ചർമാർ എന്നെ വിളിക്കും വീട്ടിൽ കൊണ്ടുവിടാൻ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവിടുമായിരുന്നു. പിന്നെ കസിൻസുമായിട്ടൊക്കെ ഞങ്ങൾ കളിക്കുന്ന സമയത്ത് പലപ്പോഴും ഇവർക്ക് വയ്യാണ്ട് ഇങ്ങനെ കിടക്കുമായിരിക്കും. അപ്പോൾ കളിക്കാനും ഇതിനൊന്നും പലപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. പിന്നെ ചെറുതായിട്ടൊന്ന് അസുഖം കുറഞ്ഞു കഴിയുമ്പോൾ തന്നെ വേഗം ഞങ്ങളുടെ കൂടെ വരികയും ഞങ്ങളുടെ കൂടെ കളിക്കുകയും ഒക്കെ ചെയ്യുന്നില്ല. അതൊക്കെ വളരെ ചെറിയൊരു ഓർമ്മ മാത്രമാണ്. എനിക്ക് തോന്നുന്നു ഒരു 8ാം ക്ലാസ് 10ാം ക്ലാസ് വരെ പലപ്പോഴും മാസത്തിലൊരു 2-3 മാസങ്ങളിൽ വയ്യാതെ ബെഡിൽ തന്നെ കിടക്കുമായിരിക്കും. അപ്പോഴും എനിക്ക് തോന്നുന്നൊരു കാര്യം, അവൾ ആ സമയത്തൊക്കെ ഓരോ വേദനയിലും ഞങ്ങൾ പോലും അറിയാണ്ട്, ഞങ്ങൾക്കും അത്രത്തോളം അറിയില്ലായിരുന്നു ദൈവത്തോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്, ഈശോയോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇവളുടെ ഈ കാര്യങ്ങളൊക്കെ പിന്നെ പലരും നെഗറ്റീവായിട്ട്, അയ്യോ ഇവൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ദൈവം കൊടുത്തല്ലോ, പാവം പെൺകുട്ടിയല്ലേ, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ പറയുമ്പോഴും എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് തോന്നിയൊരു കാര്യം, എവിടെയാണോ ദൈവം അത് കൊടുക്കേണ്ടത് ആ കരങ്ങളിൽ തന്നെയാണ് ദൈവം കൊടുത്തത്. കാരണം ഈ ഡാഡീൻ്റെയും മമ്മീൻ്റെയും സപ്പോർട്ടോട് കൂടിയിട്ട് ദൈവത്തിന് സാക്ഷ്യം നൽകാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏത് കാര്യത്തെയും നേരിടാൻ പറ്റുന്ന ഒരു അടയാളമായിട്ട് ഇവളെ വളർത്താൻ പറ്റുന്ന ഒരു കരങ്ങളിൽ തന്നെയാണ് അവളെ ഏൽപ്പിച്ചത് എന്നുള്ളതാണ്. അതാണ് എനിക്ക് തോന്നുന്നു അവളുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നും തോന്നുന്നു. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞ് എനിക്ക് പറയാനുള്ളത്, ഞാൻ വീട്ടിലെ മൂത്തതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഡാഡിയും മമ്മിയും എന്നെ കഴിഞ്ഞും ആങ്ങളെന്നെ കഴിഞ്ഞും പിന്നെ കൂടുതൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് അവളിലാണ്. അപ്പം അത് ആത്മീയ ജീവിതത്തിലാണെങ്കിലും ശരി, ഭൗതിക ജീവിതത്തിലാണെങ്കിലും ശരി. നമുക്കറിയാം എല്ലാ കുടുംബത്തിലും ആൺമക്കളുണ്ടെങ്കിൽ സാധാരണ കാരണവന്മാർ പറയുന്നത് ഞങ്ങളുടെ ബോള് അവരെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകാൻ നിൽക്കുന്നതെന്ന്. പക്ഷേ ഡാഡി ആണെങ്കിലും മമ്മിയാണെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ബോള് അവളുടെ കയ്യിൽ കൊടുത്തിട്ടാണ് ഞങ്ങൾ പോകാൻ. അപ്പം ഒരു മകളെന്ന നിലയ്ക്ക് അവൾക്കിതിൽ കൂടുതലൊന്നും കിട്ടാനില്ല. കാരണം പിന്നെ ഒരു അപ്പനെയും അമ്മേനെയും അല്ലെങ്കിൽ ഒരു പാരൻറ്റും ഒരു മകളും എന്നുള്ള നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു അപ്പനും അമ്മയ്ക്കും അവരുടെ മക്കളിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു വിശ്വാസം, ഒരു മകൾക്ക് അവരുടെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ ജീവിതം അവസാനിച്ച് പോകുമ്പോൾ ആ ഒരു ബോള് അവളെ ഏൽപ്പിച്ചിട്ടാണ് പോകുകയെന്നുള്ളത്. എനിക്ക് തോന്നുന്നു പിന്നെ അത് തന്നെയാണ് അവൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അവളുടെ ജീവിതത്തിൽ ഒരനുഭവം പോലും, ഒരു നിമിഷം പോലും ദൈവം അറിയാതെ വന്നിട്ടില്ല. ദൈവത്തിൻ്റെ ഇടപെടലുകളിൽ കൂടെ മാത്രമാണ് നടന്നിട്ടുള്ളത്.
പിന്നെ ആത്മീയ ജീവിതത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനും അവളും ഒരുപാട് സ്ഥലത്ത് ധ്യാനത്തിന് പോയിട്ടുണ്ട്. ധ്യാനത്തിന് പോകുന്ന സമയത്ത് ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കും, ഇവർക്ക് ഈ അസുഖം മാറണേ എന്ന് പ്രാർത്ഥിച്ചാൽ എന്താ. ശരിക്കും എത്രയോ കാര്യങ്ങൾ ഇവൾ പ്രാർത്ഥിച്ച് ദൈവം നേടിയെടുത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഇവക്ക് ഇതൊന്നും മാറാൻ പ്രാർത്ഥിച്ചാൽ എന്താണ്. പക്ഷെ എനിക്ക് ഉറപ്പാണ് അന്ന് മുതൽ ഇന്ന് വരെ അവൾ ഒരിക്കലും ഇത് മാറണേ എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. ദൈവമേ, എനിക്ക് തരുന്ന ഓരോ സഹനവും നിനക്കുള്ളതാക്കി മാറ്റാൻ കഴിയണമേ എന്നുള്ളതാണ് എപ്പോഴും അവളുടെ പ്രാർത്ഥനയും അവളുടെ ജീവിതവും. ഈ നീറുന്ന ഓർമ്മകൾക്കിടയിലും ഒന്നിനും ഒരു പരാതിയുമില്ലാതെ എല്ലാം സർവശക്തനായ ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കുവാനാണ് ഈ കുടുംബത്തിന് ഇഷ്ടം.